രജിഷയുടെ ലൈഫിൽ തന്നെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് വന്നിട്ടുള്ളൊരു പടമാണ്. അത് മാത്രമല്ല ഇപ്പൊ പടം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നായികയല്ല, പക്ഷെ നായികയെക്കാട്ടിലും സ്കോർ ചെയ്തിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു പടമാണ്. അപ്പം ഇനി സിനിമ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ബൈസൺ ഇറങ്ങിയതിന് ശേഷമുള്ള രജിഷയ്ക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കല്ലേ നമ്മുടെ ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നായകന്റെ റൊമാൻറ്റിക് പെയറിനെയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്. ഇപ്പം ചില സമയത്ത് അമ്മ റോളായിരിക്കാം സിനിമയിൽ ശരിക്കുള്ള നായിക, അല്ലെങ്കിൽ സിസ്റ്റർ ആവാം, ഫ്രണ്ട് ആവാം. നമുക്ക് ഞാൻ പറഞ്ഞ ഇതിനു മുന്നേ ഇപ്പം മധുര മനോഹര മോഹത്തില് ഞാൻ എഗൈൻ സിസ്റ്ററാണ് ആ സിനിമയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ സിനിമയിൽ നമ്മൾ 5 മിനിറ്റ് ആണോ 10 മിനിറ്റ് ആണോ മുഴുനീളം നമ്മളാണ്, ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുത്തു നോക്കൂ, ഇപ്പൊ നമ്മള് ദിവ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ആന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫ്രീഡേ അല്ലാതെ ഈ 2 ക്യാരക്ടേഴ്സിന് പ്രശാന്തൻ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിച്ച് ഞാൻ പോയെന്നാ ചെയ്യാൻ. ഞാൻ പറയാന്ന് പറഞ്ഞാൽ എവിടെ നല്ല ഹോപ്പ് ഉണ്ട്, എവിടെ നല്ല ക്യാരക്ടർ കിട്ടുമോ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് പ്രൈമറി. പിന്നെ ബൈസൺ സക്സസ്ഫുൾ ആയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ തമിഴിലാകെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഏത് സിനിമ നമ്മൾ ചെയ്യുമ്പം ആ സിനിമ വർക്ക് ആവുമ്പം ഭയങ്കര സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് മസ്തിഷ്ക മരണം ഇവിടെ നല്ല റിവ്യൂസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം.